നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. പാലക്കാട് തോൽവിയിൽ കെ സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് എതിർപക്ഷം. വി മുരളീധരൻ കൃഷ്ണദാസ് പക്ഷങ്ങൾ എന്ന സമവാക്യവും തെറ്റിച്ച് ബി.ജെ.പിയിൽ സുരേന്ദ്രനെതിരെ വിമർശനം കടുക്കുന്നത് എന്തിന്റെ സൂചനയാണ്? ഇനി സുരേന്ദ്രനുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയല്ലേ എതിർചേരി? സുരേന്ദ്ര വിരുദ്ധർ തലപൊക്കിയപ്പോഴും ശോഭാ സുരേന്ദ്രൻ മൗനിയായി തുടരുന്നു. സുരേന്ദ്രനെ കൈവിട്ട് വി മുരളീധരൻ കളിക്കുന്നത് ഒഴിവു വരുന്ന പാർട്ടി അധ്യക്ഷ പദത്തിനോ? പാലക്കാട് തോൽവി ഇരന്നു വാങ്ങിച്ചെന്ന വിമർശനത്തിനിടെ ദേശീയ നേതൃത്വത്തെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധതയും അറിയിച്ചു. പാലക്കാട് തോൽവിയിൽ നഗരസഭാ കൗൺസിലർമാരെ പഴിചാരാനുള്ള സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ നീക്കം പൊളിച്ചടുക്കി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ പരസ്യ പ്രതികരണത്തിൽ അച്ചടക്ക നടപടി പോലും എടുക്കാനാവാതെ കുഴങ്ങുന്ന കെ സുരേന്ദ്രൻ സംസ്ഥാന ബി.ജെ.പി എങ്ങോട്ട്? ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കൂടുമ്പോഴും നേതാക്കളുടെ തമ്മിലടിയിലുണ്ടാകുന്ന തോൽവി വീണ്ടും പാർട്ടിയുടെ ലക്ഷോപലക്ഷം അണികളെ നിരാശരാക്കുമ്പോൾ പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സുരേന്ദ്രൻ നിൽക്കണോ അതോ പോണോ? പയൻ ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ മോഹൻ വർഗീസ്, വലത് നിരീക്ഷകനായ ശ്രീ ബിജു നായർ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ എൻ ശ്രീകുമാർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ കെ സുരേന്ദ്രൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം ബി.ജെ.പിയിലും ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും പ്രതീക്ഷ ഒന്ന് തന്നെയാണല്ലോ. പാലക്കാട് ഒരു തോൽവി ഉണ്ടാവുകയാണെങ്കിൽ കെ സുരേന്ദ്രനെ ആ പദവിയിൽ നിന്ന് മാറ്റുവാനുള്ള ആയുധം പുറത്തെടുക്കണമെന്ന് സ്വാഭാവികമായിട്ടും എതിർചേരിയിലുള്ള കൃഷ്ണദാസ് പക്ഷം കോപ്പ് കൂട്ടുന്നുണ്ടായിരിക്കാം. ഇല്ല, അതിൽ സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതിപ്പോൾ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതോ ധാർമ്മികമായി അദ്ദേഹം ഒഴിഞ്ഞു പോകേണ്ട ഒരു സമയമാണോ ഇത്? ശ്രീ മഞ്ജുഷ്, മഹാഭാരത യുദ്ധത്തിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥയിലാണോ ശ്രീ കെ സുരേന്ദ്രൻ എന്ന ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് എന്ന ഒരു സന്ദേഹം പല കോണുകളിൽ നിന്നും ഉയരുന്നു. ഒരു കാരണമെന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശവും വളർച്ചയും വളരെ ദ്രുതഗതിയിൽ തന്നെയാണ്. ഈ കെ സുരേന്ദ്രൻ ശക്തമായ മത്സരം കാഴ്ചവെച്ച് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും പിന്നീട് കോന്നി ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം അതിശക്തമായ മത്സരം കാഴ്ചവെച്ച് ബി.ജെ.പിയുടെ ഗ്ലാമർ മുഖമായ ആളാണ്. അവിടെ നിന്നാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വരുന്നത്. അധ്യക്ഷ പദവിയിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു ആൻറ്റി ഇൻകംബൻസി ഇഫക്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്. നേരത്തെ തന്നെയുള്ള ശ്രീ കൃഷ്ണനാഥ് പക്ഷവും സുരേന്ദ്രൻ പക്ഷവും എന്ന രണ്ട് പക്ഷം എന്ന രീതിയിൽ പാർട്ടി പ്രവർത്തിക്കുന്നു എന്നൊരു പ്രതീതിയാണ് പൊതുവേ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം വെൻ ദ ഗോയിങ് ഈസ് ഗുഡ് എവറിബഡി വിൽ സ്റ്റാൻഡ് വിത്ത് സുരേന്ദ്രൻ. പക്ഷേ വെൻ ദ ഗോയിങ് ഗെറ്റ്സ് ടഫ് ഓൺലി ദ ടഫ് ഗെറ്റ്സ് ഗോയിങ്. അതിവിടുത്തെ ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ സുരേന്ദ്രൻ ഈസ് ദാറ്റ് ടഫ്. അവിടെയാണ് ഈ സുരേന്ദ്രൻ രാഷ്ട്രീയ പ്രതിസന്ധികളെ അതിജീവിക്കാൻ മുൻകാലങ്ങളിൽ കാട്ടിയ മെയ്വഴക്കം ഇപ്പോൾ കാട്ടാനാവുമോ എന്നത് തന്നെയാണ് ഇവിടെ ഉയരുന്ന കാതലായ ചോദ്യം. പാലക്കാട് പോലെ ഒരു മണ്ഡലം, അവിടെ ജൈവികമായ വളർച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അത് വലിയ തോതിലാണ് വോട്ട് വർധന കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഒരു 19% നിന്നും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ലഭിച്ച 19% നിന്നും ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഈ 19% നിന്ന് 25%ലേക്കും 25-ൽ നിന്നും 35-ലേക്കുമെല്ലാം ആ ശതമാനം ഉയർത്തി ബി.ജെ.പി നല്ല തിളക്കത്തിൽ നിൽക്കുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ 2016-ൽ ലഭിച്ച അത്രയും വോട്ട് പോലും ലഭിക്കാതെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തെത്തുന്നത്. ഒരു വലിയ വ്യത്യാസമാണ് വന്നത്. ഒരു 11,000-11,000-ഓളം വോട്ടുകളുടെ കുറവ് പാലക്കാട്. അവിടെയാണല്ലോ സുരേന്ദ്രൻ ഏറ്റവും വലിയ വിമർശനം നേരിടുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കരുത് എന്നുള്ളൊരു നിർബന്ധം കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനെങ്കിലും എങ്ങാനും മത്സരിച്ച് ജയിച്ചു വന്നാൽ അത് തനിക്കത് ദോഷം ചെയ്യുന്ന ഒന്നാണെന്ന് കെ സുരേന്ദ്രൻ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. അവിടെ തൻ്റെ അനുയായിയായ സി കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതാണല്ലോ സുരേന്ദ്രനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം. അത് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പോലും ബി.ജെ.പിയുടെ കോട്ടയായ പാലക്കാട്, കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി ബി.ജെ.പിക്ക് ഭരിക്കാൻ കിട്ടിയിരിക്കുന്നത് പാലക്കാടാണ്. അവിടെ നഗരസഭാ അധ്യക്ഷയായ പ്രമീള ശശിധരൻ തന്നെ പറയുകയാണ്, സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ ഇവിടെ കൊണ്ട് ഇറക്കിയപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചോദിച്ചു പോകുവാൻ പോലും മടിയായിരുന്നു.
അവരിങ്ങോട്ട് ജനങ്ങൾ ചോദിക്കുമായിരുന്നു എപ്പോഴും ഈ സി കൃഷ്ണകുമാറിനെ മാത്രമേ മത്സരിക്കാൻ കിട്ടിയുള്ളൂ എന്ന്. അതുകൊണ്ട് മടിച്ചു പഠിച്ചാണ് ഞങ്ങൾ പോയത്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ പാർട്ടിയിൽ അഭിപ്രായം പറഞ്ഞിരുന്നു സി കൃഷ്ണകുമാർ വേണ്ട എന്ന്, പക്ഷേ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ ഇന്ന് സുരേന്ദ്രൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സി കൃഷ്ണകുമാർ പാലക്കാട് സ്ഥാനാർത്ഥിയായി വന്നത് എന്ന് ആ 3 പേരുടെ പട്ടികയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേട്ട ശേഷം ചർച്ചയിലേക്ക് വരാം. 3 പേരുകൾ അവിടെ വന്നു. ഈ 3 പേരുകൾ അടങ്ങുന്ന പട്ടിക വിശദമായിട്ട് 4 മണിക്കൂർ നീണ്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് കൊച്ചിയിൽ. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഓരോരുത്തരെയും സംബന്ധിച്ച് ചർച്ച നടത്തി. നിർഭാഗ്യവശാൽ വന്ന പേരുകൾ 2 പേർ മത്സരിക്കാനില്ല, സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവസാന നിമിഷം വരെ. പക്ഷെ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക. അദ്ദേഹത്തിന്റെ പേരും കൂടി വെട്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കില്ല. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിലും മത്സരിച്ചിട്ടുണ്ട്, മലമ്പുഴയിലും മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീ ബിജു നായർ മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ പാലക്കാട് ഇറക്കുകയായിരുന്നു ചെയ്തത് എന്ന് കെ സുരേന്ദ്രൻ തന്നെ സമ്മതിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് തന്നെയാണല്ലോ. അല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പാലക്കാട് തിരഞ്ഞെടുപ്പ് എന്തായാലും BJPക്ക് പ്രതികൂലമായാണ് ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് അധ്യക്ഷനെ തന്നെ ആയിരിക്കും. അതൊക്കെ വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ടീം വർക്ക് ആയിരുന്നുവെങ്കിലും ആ ടീമിനെ നയിച്ച ആൾ എന്നുള്ള നിലയിൽ ഈ ഒരു പരാജയത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണ്, ഞാനത് പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. അദ്ദേഹം രാജ്യസന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. അതിൽ ഇനി ഒരു അവസാന തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വം തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എന്തിനാണ് പഴയ കാര്യങ്ങളിലേക്ക് ചികഞ്ഞു പോകുന്നത് എന്നുള്ളത്, കാരണം അതിൻ്റെ വിധി ജനങ്ങൾ തന്നെ വളരെ വ്യക്തമായി എഴുതി കഴിഞ്ഞു. BJP ചെയ്തതൊക്കെയും നമ്മുടെ കോർ വോട്ടുകൾ സ്വരൂപിച്ച് നിർത്തുന്നതിൽ കവിഞ്ഞ് ഒരു മുന്നേറ്റം നടത്തുവാൻ നമ്മളെ സഹായിച്ചിട്ടില്ല. അതിന്ന് വളരെ പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ മെട്രോമാനെ പോലെ സർവസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയല്ലായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്നുള്ളതും നമ്മൾ ഇന്നലെയും അല്ല അറിഞ്ഞത്, നമുക്ക് പണ്ടേ അറിയാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു ഉയർന്ന പ്രകടനം നമുക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടില്ല. കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പല രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തെ തീർച്ചയായും ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ടത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വളരെ വ്യക്തമായി തന്നെ നടക്കുകയാണ്. അതിപ്പം ഈ ആദ്യമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിലല്ല, ഇതിനു മുമ്പും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJPക്ക് എവിടെയാണ് ജയസാധ്യതയുള്ളത് എന്ന് നോക്കി കണ്ട് അവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളെ ഒരു മാസ് വോട്ടിംഗ് ബ്ലോക്കായി സ്വരൂപിച്ചുകൊണ്ട് അത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക്, അവിടെ വിജയസാധ്യതയുള്ള ഏത് സ്ഥാനാർത്ഥിയാണോ ആ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുക വഴി ഒരു ഇലക്ടറൽ എഞ്ചിനീയറിങ്ങിലൂടെ നേടിയെടുത്ത ഒരു വിജയമാണിത്. അത് ഒരു ന്യായീകരണം പറയുന്നതല്ല, അത് ഒരു വാസ്തവം തന്നെയാണ്. കാരണം ഈ സെയിം സംസ്ഥാന അധ്യക്ഷൻ്റെ കീഴിൽ തന്നെയാണ് വേറൊരു മണ്ഡലത്തിൽ നമുക്ക് 10,000 വോട്ടുകൾ കൂട്ടുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല, അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണമെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ ശരി തന്നെയാണ്. അതുതന്നെയാണ് ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞത്. തോൽവികളുടെ ഉത്തരവാദിത്വം മാത്രം എന്നിൽ കെട്ടിവെക്കുവാനുള്ള ആ ഒരു അമിത ആവേശം, അതേസമയം ഇതുവരെയുള്ള ജയങ്ങൾക്കോ അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ മുന്നേറ്റങ്ങൾക്കോ ഒന്നും ആരും അതിൻ്റെ പിന്നാമ്പുറങ്ങൾ ചകഞ്ഞു പോവുകയോ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമുണ്ട്. പാലക്കാട് എന്നുള്ള മണ്ഡലം അത് നേടിയെടുക്കുവാൻ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന എളുപ്പമായിരുന്നു BJPക്ക്. കഠിനാധ്വാനം മാത്രം മതിയായിരുന്നു, പിന്നെ ഓരോ കരുനീക്കങ്ങളും ശ്രദ്ധയോടെ വേണമായിരുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് പാളിച്ച എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓരോ സമയത്തും ചൂണ്ടിക്കാണിച്ച നേതാക്കന്മാരുണ്ട്. അതിന് നഗരസഭാ അധ്യക്ഷർ പറയുന്നു, ശിവരാജൻ ദേശീയ നിർവാഹക സമിതി അംഗം പറയുന്നു. ആ സമയത്ത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു ധിക്കാരപരമായ സമീപനമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആരെയും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം.
സി കൃഷ്ണകുമാർ എന്നയാൾ തന്നെ മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു എന്ന് ഇന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചു എന്നതിലേക്ക് അദ്ദേഹത്തിന് കുറ്റസമ്മതമാണ് അവിടെ വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒഴിവാക്കൽ നടന്നിട്ടില്ല എന്നും ശോഭാ സുരേന്ദ്രൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു പാലക്കാട് ജയിക്കുന്നതിന് വേണ്ടി, സി കൃഷ്ണകുമാറിന് വേണ്ടി എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ എത്ര തവണ അവിടെ പ്രചാരണത്തിന് വന്നു? അല്ല, ഇവിടെ നമുക്ക് വീണ്ടും മഞ്ജുഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശക്തമായ പോയിന്റുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ആ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലല്ലേ? ഇപ്പോൾ ഉയരുന്ന വിമർശനത്തിനിടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിയുവാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം എന്ന കാര്യത്തിൽ സംശയമില്ല. ഒടുവിൽ എല്ലാവരും കൂടി പറയുന്നു അയ്യോ സുരേന്ദ്ര പോകല്ലേ എന്നുള്ള കാര്യം ദേശീയ നേതൃത്വത്തിൽ നിന്ന് തൽക്കാലം അങ്ങനെ ഒരു മാറ്റൽ ഉണ്ടാകുന്നില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്, ആ സമയമാകുമ്പോഴേക്കും ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ തന്നെ രക്ഷിച്ചു നിർത്തുമെന്ന് സുരേന്ദ്രൻ അറിയാം. അതുകൊണ്ട് മുൻകൂറായി ഒരു ടീം വർക്കായിരുന്നു, ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അല്ല, ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി മാത്രമായി തട്ടിക്കൂട്ടിയ ഒരു സംഘടനയൊന്നുമല്ല ബി ജെ പിയിൽ ഒരു അധ്യക്ഷനെ എങ്ങനെയാണ് നിയമിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുന്നതിന് അദ്ദേഹത്തിന് സമയം അനുവദിക്കണമോ അതോ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുറത്താക്കണമോ വേറൊരാളെ കൊണ്ടുവരണമോ എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് സുരേന്ദ്രൻ വളരെ വ്യക്തമായി തന്നെ ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തെറ്റുകളിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും ഇതുപോലെയുള്ള ഊഹാപോഹങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോൾ എവിടെയാണ് നമുക്ക് ഒരു ഗ്രൂപ്പ് വഴക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്? ഇപ്പം നമ്മളാണ് ശോഭാ സുരേന്ദ്രൻ വേണ്ടി വാദിക്കുകയും ബി ജെ പിയിൽ ഗ്രൂപ്പ് വഴക്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അരോചകമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ വ്യക്തമായി നമ്മൾ പറയുന്നത് നമുക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ്. നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ ആ തെറ്റ് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്, അതിന് ആരെയെങ്കിലും നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ നിന്ന് എന്നൊക്കെയുള്ളത് വളരെ വിശദമായി തന്നെ പഠിച്ച് തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ ശക്തമായ ഒരു മെസ്സേജാണ് ഇന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമുക്കായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതൊരു ടീമിൻ്റെയും ലീഡർ, ആ ലീഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജയങ്ങളുടെ ക്രെഡിറ്റ് എടുത്തില്ലെങ്കിൽ പോലും, അത് ടീമിൽ കൊടുത്താൽ പോലും തോൽവിയുടെ പരാജയത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കുവാൻ സന്നദ്ധത കാണിക്കണം എന്നുള്ളത് തന്നെയാണ്. ആ വാചകം കൂടി കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ഇന്ന് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എന്ന് കെ സുരേന്ദ്രൻ പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ വാചകത്തിലേക്ക്. ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്വം. സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനം ഒഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസ വഹിക്കുന്ന ആളാണ്. എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തില്ല. ശ്രീജിത്ത് പണിക്കർ, ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു കെ സുരേന്ദ്രൻ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ഇനിയും ദാഹിക്കണോ എന്നാണ് ബിജു നായർ പറയുന്നത്. ഒരു ടീം ലീഡർ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയാണോ ബി ജെ പിയിലെ കാര്യങ്ങൾ? ബി ജെ പിയിൽ നേതാക്കൾ അടങ്ങിയിരിക്കുവോ സുരേന്ദ്രൻ രാജിവെക്കാതെ? എന്തായാലും ആ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമല്ലോ സ്വാഭാവികമായിട്ടും ബി ജെ പിയിൽ എതിർചേരിയിലുള്ളവർക്ക്. ഇപ്പോൾ എതിർചേരി എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ഗ്രൂപ്പിന് അതീതമായിട്ട് തന്നെ കെ സുരേന്ദ്രനെതിരെ വിമർശനം ഉയർന്നു വരുന്നുണ്ടല്ലോ. പക്ഷെ അത് ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ദേശീയ നേതൃത്വമായിരിക്കും തീരുമാനമെടുക്കുക. ഉടൻ തന്നെ കെ സുരേന്ദ്രനെ മാറ്റുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. പാർട്ടിയാണ് അതിലൊരു തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ട് വരുന്നുണ്ടല്ലോ. പാലക്കാട് തോൽവി അത്ര വലിയ ആഘാതമല്ലേ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ തുടക്ക സമയത്ത് സ്ഥാനാർത്ഥി നിർണയ സമയം മുതൽ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയും. ശ്രീ മഞ്ജുഷ്, ഇവിടെ ഒരു വലിയ കനത്ത പരാജയം ഉണ്ടാകുന്നു. ആ പരാജയം ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ വന്ന് ഞാനിതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നിടത്ത് അവസാനിക്കുന്ന രീതിയിലത്തേക്ക് ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ പേരിൽ പിന്നീടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടതില്ല എന്നോ അദ്ദേഹം പിന്നീട് ചോദ്യങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അത് ക്രൂശിക്കലാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും ധാർമ്മികമായിട്ടാണെങ്കിലും തെറ്റാണ്. ഒരു പ്രസിഡന്റ് ഏത് രീതിയിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സി കൃഷ്ണകുമാർ തന്നെ പറയുന്നത് 2016 മുതൽ ശ്രീധരൻ മത്സരിച്ചിരുന്ന ഒരു ടേം ഒഴികെ ബാക്കി എല്ലാ സമയത്തും പാർട്ടിക്ക്
അവിടെ ഏകദേശം 40,000 വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ശ്രീധരന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പേഴ്സണൽ വോട്ടുകൾ കിട്ടിയതും അദ്ദേഹത്തിന്റെ ടാലി വളരെ വർദ്ധിച്ചതും. അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല, അദ്ദേഹത്തിനെ പോലുള്ള വ്യക്തിപ്രഭാവം എനിക്കില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം പിടിച്ച അത്രയും വോട്ട്, പേഴ്സണൽ വോട്ട് എനിക്ക് കിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. തന്നെയുമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, പാലക്കാടുള്ള ബേസ് വോട്ട് അതിന്റെ പാരമ്യത്തിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്, ഇനി അതിന് മുകളിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തന്നെ കൃത്യമായി സൂചിപ്പിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്നാണ്. കാരണം 2016 മുതലുള്ള ബേസ് വോട്ട് 40,000 ആണ് എങ്കിൽ ഈ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയേതരമായിട്ടുള്ള സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയെ അവിടെ കൊണ്ടു നിർത്തുമ്പോൾ മാത്രമാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രീതിയിലത്തേക്കെങ്കിലും BJPയുടെ വോട്ട് ഇനി വർദ്ധിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്വം BJPക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഇത്തവണ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ടുള്ള C കൃഷ്ണകുമാറിന് പകരം രാഷ്ട്രീയേതരമായിട്ടുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തണമായിരുന്നു. അപ്പോൾ ശ്രീ കൃഷ്ണകുമാർ ഇവിടെ പറയുന്നത് സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ളതിൻ്റെ പരോക്ഷമായിട്ടുള്ള ഒരു കുറ്റസമ്മതം എന്ന നിലയ്ക്കാണ് നമ്മൾ കാണേണ്ടത്. ഇതൊരു വശം. 2, ഇന്ന് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് പാർട്ടി 3 പേരുകൾ തീരുമാനിച്ചു. ആ പേരുകൾ ഏതൊക്കെയാണ് എന്ന് അദ്ദേഹം റിവീൽ ചെയ്യുന്നില്ല. അതിലൊന്ന് C കൃഷ്ണകുമാറിൻ്റെ പേരാണ്. ഈ 3 പേരുകളുമാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി 4 മണിക്കൂർ എടുത്തിട്ട് വളരെ വിശദമായിട്ട് ഓരോരുത്തരുടെയും കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ 2 സ്ഥാനാർത്ഥികൾ ഞങ്ങളോട് പറഞ്ഞത് മത്സരിക്കാനില്ല എന്നാണ്. അപ്പോൾ ഈ 3 പേരുകളെയും സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് കേന്ദ്ര നേതൃത്വത്തിലേക്ക് അയക്കുന്നു വിത്ത് എ നോട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ നോട്ടിൽ എന്താ പറയുന്നത്? ഇതിൽ 2 പേർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ കേന്ദ്ര നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ പേരുകാരൻ ആരോ ആ ആളിനെ പരിഗണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 3ാമത്തെ ആൾ C കൃഷ്ണകുമാർ ആണ് എങ്കിൽ ആ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഫോഴ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. 1. 2, ഈ 2 പേരാണ് ഇതിൽ തങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതെങ്കിൽ അല്പം കഴിഞ്ഞപ്പോഴേക്ക് കെ സുരേന്ദ്രൻ തന്നെ പറയുന്നത് അവസാന ഘട്ടം വരെയും താൻ മത്സരിക്കാനില്ല എന്നാണ് C കൃഷ്ണകുമാറും പറഞ്ഞത് എന്നാണ്. എന്ന് വെച്ചാൽ 3 സ്ഥാനാർത്ഥികളും തങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടി അദ്ദേഹത്തെ നിർബന്ധിച്ചു, ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഗത്യന്തരമില്ലാതെ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്നതുപോലെ തന്നെ കെ സുരേന്ദ്രനും അറിയാം. BJPയുടെ A ക്ലാസ് മണ്ഡലം, അവരുടെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട മണ്ഡലം, അങ്ങനെയുള്ള മണ്ഡലത്തിൽ ഉചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് സാധിച്ചില്ല എങ്കിൽ അവസാനം ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അവസാന ഘട്ടം വരെയും പറയുന്ന ഒരാളിനെ നിർബന്ധിച്ച് പാർട്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട് ഗത്യന്തരമില്ലാതെ മത്സരിപ്പിക്കേണ്ടുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത് എങ്കിൽ C കൃഷ്ണകുമാർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയും അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല എന്നാണ്. അത് പാർട്ടി അധ്യക്ഷന്റെ പരാജയമാണ് ശ്രീജിത് പണിക്കർ, സംശയമില്ലാത്ത കാര്യമാണ്. ആ പരാജയം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണല്ലോ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. അതായത് 3 പേരെ കണ്ടെത്തി ആ 3 പേരും മത്സരിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സൗഹൃദ മത്സരത്തിന് പാലക്കാട്ടേക്ക് പോയതാണോ കെ സുരേന്ദ്രനും കൂട്ടരും? എന്ത് അപക്വമായ കാര്യമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ ആ 2 പേരുകൾ ഏതാണെന്ന് അദ്ദേഹം പറയുന്നുമില്ല. അതാണ് അദ്ദേഹം ആദ്യം പറയേണ്ടിയിരുന്നത്, ആരൊക്കെയാണ് ആ പേരുകൾ മത്സരിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളെന്ന്. അപ്പോൾ ഏതോ 2 പേരുകൾ തിരികെ കയറ്റിയിട്ട് അതിൻ്റെ കൂടെ C കൃഷ്ണകുമാറിന്റെ പേരും വെച്ചുകൊടുത്ത് എൻ്റെ താല്പര്യപ്രകാരമല്ല C കൃഷ്ണകുമാർ വരുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി C കൃഷ്ണകുമാറിനും താല്പര്യമില്ലായിരുന്നു എന്ന് പറയുന്നു എന്നല്ലാതെ മറ്റെന്ത് മനസ്സിലാക്കാനാണ് അതിൽ നിന്ന്? അതിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു 2 പേർക്ക് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്ന്. ശരി, 3ാമത് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിക്കും അവിടെ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, BJPയുടെ A ക്ലാസ് മണ്ഡലം, ഉപതെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സീറ്റ്, സ്ഥാനാർത്ഥിയായി അവസാനം വന്നിരിക്കുന്ന ആളിന് തന്നെ കൂടുതൽ വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന ബോധ്യം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ 3 പേരുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന 3 പേരെ അല്ലാതെ വേറെ കൊള്ളാവുന്ന ഒരൊറ്റയാളിനെയും നിങ്ങൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാൻ കഴിയില്ലേ എന്നുള്ള ഒരു ചോദ്യമല്ലേ മഞ്ജുഷ്? 3 പേർ സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ, അത് ചെറുപ്പക്കാരായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, മറ്റാരും ആയിക്കോട്ടെ, ഇനി രാഷ്ട്രീയേതരമായിട്ടുള്ള വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം മത്സര സന്നദ്ധരായിട്ടുള്ള 3 പേരെ അവിടെ കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള വിമർശനമാണ് ഈ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്നും പറയുന്നത് എന്താണ്? ഇത് ഒരു ഭാഗത്ത് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിലല്ല. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ എന്നാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉദിക്കുന്ന സമയത്ത്, ചോദ്യങ്ങൾ ഉയരുന്ന സമയത്ത് അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനത്തിലും ആവർത്തിച്ചു പറയുന്നത് ആ രീതിയിലത്തേക്കുള്ള വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാരെല്ലാവരും കോൺഗ്രസ് ആണെന്നാണ്.
അതിൽ അദ്ദേഹം നിരീക്ഷകരെ പറയുന്നുണ്ട്, അതിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ പറയുന്നുണ്ട്, അതിൽ അദ്ദേഹം ഓൺലൈൻ ചാനൽ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഇവരെല്ലാവരും കോൺഗ്രസിന്റെ താല്പര്യമുള്ള ആൾക്കാരെന്നാണ്. എനിക്ക് അദ്ദേഹത്തിനോട് വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം, വളരെ പരസ്യമായിട്ട് ഈ കാര്യത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീ ശിവരാജൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ അതോ BJPയുടെ നാഷണൽ കൗൺസിൽ മെമ്പറാണോ? ഇവിടെ വളരെ വലിയ പരാജയം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീമതി പ്രമീള ശശിധരൻ BJPക്കാരിയാണോ? അവിടുത്തെ നമ്മുടെ നഗരസഭ അധ്യക്ഷയാണോ BJPയുടേത്, അതോ കോൺഗ്രസ്സുകാരിയാണോ? അപ്പൊ ഇത് പാർട്ടിയുടെ ഉള്ളിൽ നിന്നും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിൽ നിന്നും പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗത്തിൽ നിന്നും തന്നെ വന്നിരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം ഇവിടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആരെയാണ്? തനിക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാരെല്ലാം കോൺഗ്രസ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇത് ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? പരസ്യമായിട്ടുള്ള പ്രസ്താവന നടത്താൻ അവർക്ക് അവകാശമുണ്ടോ എന്ന കാര്യം പാർട്ടി പരിശോധിക്കുമെന്ന്. ബെസ്റ്റായി പോയി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് മറുപടി ഉണ്ടോ? പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭിന്നസ്വരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, സ്ഥാനാർത്ഥി ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രീ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലാണ് ഈ പേരുകളെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയത്. അതിനു വേണ്ടിയിട്ട് പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോട് ഉൾപ്പെടെ നേരിട്ട് ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് ഈ 3 പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ശിവരാജൻ എന്ന് പറയുന്ന വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ലേ? അവിടെയുള്ള നഗരസഭാ അധ്യക്ഷയോട് ചോദിച്ചിട്ടില്ലേ? നഗരസഭാ മേഖലയിലാണ് BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷയുള്ളത് എന്ന് പറയുമ്പോൾ നഗരസഭാ അധ്യക്ഷയെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്തിരിക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കാതെ ഏതോ 3 പേരുകൾ കൊടുക്കുകയും 2 പേര് ആരുടേതാണ് ഏതൊക്കെയാണ് എന്ന് പറയാതിരിക്കുകയും മാധ്യമപ്രവർത്തകർക്ക് അവരോട് നിങ്ങൾക്ക് മത്സര സന്നദ്ധത ഇല്ല എന്ന് നിങ്ങൾ അറിയിച്ചോ എന്ന് ചോദിക്കാനുള്ള ഒരു അവസരം പോലും നൽകാതിരിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ദാ 2 പേർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, 3ാമത്തെ ആൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അവസാനം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ 3ാമത്തെ പേരും കൂടി വെട്ടിയിട്ട് അയക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയെന്ന്. എന്ന് വെച്ചാൽ എന്താണ്? 3 പേര് കൊടുക്കുകയാണ്, അതിൽ 2 പേര് ഒരു ഗത്യന്തരമില്ലാത്ത ഒരാളെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു എന്നാണ് കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് എന്തായാലും വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, താങ്കൾ പറഞ്ഞ പോലെ ഈ പ്രമീള ശശിധരൻ എന്ന നഗരസഭാ അധ്യക്ഷ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ അറിയിച്ചിരുന്നതാണ് നേതൃത്വത്തെ, ഈ സി കൃഷ്ണകുമാറിനെ മത്സരിച്ചാൽ ഇവിടെ ജയിക്കാൻ പോകുന്നില്ല, അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് പോലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പോയി വോട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ജനങ്ങൾ തിരിച്ചു ചോദിക്കും ഈ സി കൃഷ്ണകുമാറിനെ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്ന്, അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് അറിയിച്ചതാണെന്നും പ്രമീള ശശിധരൻ, അത് അവർ BJPക്കാരിയാണല്ലോ, താങ്കൾ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരിയല്ല. ശരി, ശ്രീ N ശ്രീകുമാർ, കോൺഗ്രസിനും UDFനും അനുഗ്രഹമായി മാറുകയായിരുന്നുവല്ലോ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്നത്. അത് പാലക്കാടും പ്രതിഫലിച്ചു. കാരണം സ്ഥാനാർത്ഥി നിർണയം ഗത്യന്തരമില്ലാതെ നടത്തിയതാണെന്ന് ഒരു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ സമ്മതിക്കുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായത്. നോക്കൂ മഞ്ജുഷേ, ഇവിടെ നടന്ന ചർച്ചകളൊക്കെ കേട്ടു. പക്ഷേ നമ്മൾ വ്യക്തി കേന്ദ്രീകൃതമായ രീതിയിലേക്ക് പോകുന്നത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പൊ കെ സുരേന്ദ്രന് പകരം വേറെ ആളായിരുന്നു സംസ്ഥാന പ്രസിഡന്റെങ്കിൽ പാലക്കാട്ട് BJP ജയിക്കും എന്ന തരത്തിൽ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഗണിക്കുന്നതോ ഒന്നും ഒരിക്കലും ശരിയല്ല. സുരേന്ദ്രന്റെ പകരം നാളെ വേറൊരു നേതാവ് വന്നാലും BJPയുടെ അവസ്ഥയ്ക്ക് അത് തന്നെയാണ്. സത്യത്തിൽ എന്താണ് പാലക്കാട് BJPയുടെ പ്രശ്നം ചോദിച്ചാൽ അവരുടെ രാഷ്ട്രീയമായ സമീപനങ്ങൾ നിലപാടുമാണ്. അതായത് കെ സുരേന്ദ്രൻ പറയുന്നതിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കെ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നേ അർത്ഥമുള്ളൂ. അദ്ദേഹം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നാണ്. അതുപോലെ പാലക്കാട്ട് പറഞ്ഞത് എന്താ? കോൺഗ്രസ് 3ാം സ്ഥാനത്തെത്തും. കാരണം ഇതൊക്കെ പറയുന്നത് ആരോടാണ്? ദിവസവും പത്രം വായിക്കുന്ന TV കാണുന്ന ജനങ്ങളോടാണ്. അപ്പൊ അവർക്ക് വിശ്വാസ്യതയില്ല. കാരണം ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നേരം വെളുത്ത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് 3ാം സ്ഥാനത്താവും, BJP ജയിക്കും എന്നൊക്കെ പറഞ്ഞ എന്തൊരർത്ഥത്തിൽ അതൊക്കെ പറയുന്നത്? അപ്പൊ വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത്. പാലക്കാട് നഗരസഭാ പ്രദേശത്തെ 4000 വോട്ടുകൾ കോൺഗ്രസിന് കൂടി, അതായത് UDFന് കൂടി. CPMന്റെ അഭിപ്രായത്തിൽ അത് വേറെ കുറെ പേരുടെ വോട്ടാണ്. CPMനാണെങ്കിൽ 850 വോട്ട് കൂടി. BJPക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ BJPക്ക് വോട്ട് കുറഞ്ഞത് കൃഷ്ണകുമാർ മത്സരിച്ചിട്ടാണോ അല്ലെങ്കിൽ ശ്രീകുമാർ മത്സരിച്ചിട്ടാണോ എന്നുള്ളതല്ല. അവിടെ മത്സരിച്ചത് BJPയാണ്. അവിടുത്തെ നയം BJPയുടെ നയമാണ്. അവരുടെ ചിഹ്നം താമരയാണ്. പക്ഷെ ജനം വോട്ട് ചെയ്തില്ല. കൃഷ്ണകുമാറിന്റെ മുഖത്തേക്കല്ല വോട്ട് കൂത്തുന്നത്, താമര ചിഹ്നത്തിലല്ലേ വോട്ട് കൂത്തുന്നത്. അപ്പൊ താമര ചിഹ്നത്തിൽ വോട്ട് കൂത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചാൽ കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം. കോൺഗ്രസിനെതിരാണ് LDF, കോൺഗ്രസിനെതിരാണ് BJP.
കോൺഗ്രസിനെ തോൽപ്പിക്കാൻ താല്പര്യമുള്ളവർ BJP ഇഷ്ടപ്പെടുന്നില്ല. അവരെക്കാളും ശക്തി LDF-നാണ്. അതുകൊണ്ട് LDF-ന്റെ ഒപ്പം നിൽക്കുന്നു. BJP പറയുന്നതിലൊന്നും വിശ്വാസ്യതയില്ല, അതുകൊണ്ട് അവരെ എതിർക്കുന്നു. ഇതാണ് എന്റെ പച്ചയായ പരമാർത്ഥം. അപ്പൊ നാളെ സുരേന്ദ്രനെ മാറ്റിയിട്ട് നാളെ വേറൊരാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയാൽ കേരളം ഒന്ന് തൂത്തുവായിരുന്നൊക്കെ കരുതിയാൽ എന്താ അർത്ഥമുള്ളത്? പാലക്കാട് നഗരസഭാ അധ്യക്ഷയോട് ചോദിച്ചോ എന്നുള്ളതോ അല്ലെ പാലക്കാട്ടെ നേതാക്കളോട് ചോദിച്ചോ എന്ന ചോദ്യങ്ങളോടൊന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കാരണം ഒരു പാർട്ടി അതിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ കണക്കിലെടുത്തിട്ടാണ്. അല്ലാണ്ട് അതിന് അടിസ്ഥാനപരമായി ഒരു വാർഡ് പ്രസിഡന്റ് പറയാൻ ഇവിടെ ഇന്ന ആളെ ജയിക്കുള്ളൂ എന്ന് പറയുന്നത് അതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. നേരെ മറിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. പാർട്ടി നേതൃത്വത്തിന് അഭിമതനാണോ? ഒന്ന്, അയാൾ പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളാണോ? രണ്ട്, അയാൾ പാർട്ടി നേതൃത്വത്തിനെതിരെ നിൽക്കുന്നയാളാണോ? മൂന്ന്, അയാൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ടോ? നാല്, അയാൾക്ക് ജനങ്ങളെ വശീകരിക്കാനുള്ള കഴിവുണ്ടോ? അഞ്ച്. ഇതൊക്കെയാണ് നോക്കുക. അത് നഗരസഭാ അധ്യക്ഷയുടെ പേരായിരിക്കും. ആ പേര് അംഗീകരിക്കപ്പെടണമെന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒരുപാട് ഘടകങ്ങൾ നോക്കും. എന്തുകൊണ്ടാണ് പാലക്കാട് CPM P സരിനെ സ്ഥാനാർത്ഥിയാക്കിയത്? അവർക്ക് വേറെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കാമെങ്കിലും ആളുകളുണ്ടല്ലോ പാലക്കാട്ട്. പക്ഷെ നിർത്തിയില്ല. എന്താണ് കാരണം? അവർക്ക് വേറെ ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ K സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള BJPക്ക് എന്തെങ്കിലും താല്പര്യം കാണും. അന്ന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ സെക്രട്ടറിമാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊന്നും BJPയുടെ നേതാക്കളൊക്കെ എവിടെയായിരുന്നു? അവര് സുരേന്ദ്രനോട് പറയണമായിരുന്നു കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് പറയാതിരുന്നിട്ട് എന്താ കാര്യം? ശോഭാ സുരേന്ദ്രൻ BJPയിലെ പടലപ്പിണക്കവും ഗ്രൂപ്പുകൾക്കൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പൊ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ BJP വിട്ടത്? K സുരേന്ദ്രൻ പ്രസിഡന്റ് ആയതുകൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞെന്താണ്? K സുരേന്ദ്രന്റെ ചില നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ല, K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP ഇവിടെ വളരില്ല. അത് സന്ദീപ് വാര്യരുടെ അഭിപ്രായം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ പാർട്ടി വിട്ടങ്ങ് പോയി. കാരണം എന്താണ്? സുരേന്ദ്രനെ തൽക്കാലം മാറ്റില്ല. സുരേന്ദ്രൻ ഇവിടെ ഇപ്പൊ രാജ്യപ്രഖ്യാപനം നടത്തിയെങ്കിലും കേന്ദ്ര BJP നേതൃത്വം സുരേന്ദ്രനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാനാണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ സുരേന്ദ്രനെ മാറ്റിയിട്ട് ആരെ പ്രസിഡന്റ് ആക്കും? ഒരുപാട് പേര് അവിടെ പ്രസിഡന്റ് ആകാൻ കാത്തിരിക്കുകയാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കിയെന്ന് വെക്കുക. ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റായ കേരളം BJP തൂത്തുവാരും എന്ന് മഞ്ജുഷ് വിചാരിക്കുന്നുണ്ടോ? അപ്പൊ അതല്ല വിഷയം. എന്താണെന്ന് വെച്ചാൽ BJPയുടെ നയങ്ങൾ കേരളത്തിൽ ആവശ്യമില്ല. കേരളത്തിൽ BJPയെ സത്യത്തിൽ ജനങ്ങൾക്ക് ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ് ശ്രീകുമാർ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കൂട്ടുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവർക്ക് ജയിക്കുവാനുള്ള ചില പോക്കറ്റുകളുമുണ്ട്. തിരുവനന്തപുരം വേണമെങ്കിൽ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാമായിരുന്നു. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. തൃശ്ശൂരിൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് അവർക്ക് ഒരു MPയെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു. പാലക്കാട് അവർ വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തിയതാണ്. അപ്പോൾ ആ സമവാക്യങ്ങൾ കൃത്യമായിട്ട് രൂപപ്പെടുത്തി വരികയാണ് എങ്കിൽ സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇങ്ങനെയൊരു സംസ്ഥാന അധ്യക്ഷൻ പരാജയമാകുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തൽ പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്നതും വിമർശനങ്ങൾ വരുന്നതും. അപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നേതാക്കളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആ രീതിയിൽ ചിന്തിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചില സമവാക്യങ്ങളൊക്കെ ഇവിടെ പാർട്ടിയിൽ മാറുന്നുണ്ടോ എന്ന്. വി മുരളീധരനും K സുരേന്ദ്രനും വളരെ അടുപ്പം സൂക്ഷിക്കുന്നവരും ഒരേ ഗ്രൂപ്പിന്റെ ആളുകളുമാണ്. അറിയാമല്ലോ, അത് പാർട്ടിയിൽ അങ്ങനെയാണ്. BJPയിൽ കൃഷ്ണദാസ് പക്ഷവും വി മുരളീധരൻ പക്ഷവും എന്നാണല്ലോ. അതിൽ കൃഷ്ണദാസ് പക്ഷത്തല്ല K സുരേന്ദ്രൻ ഉള്ളത്, വി മുരളീധരനൊപ്പമാണ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ വി മുരളീധരൻ പറഞ്ഞത് എന്താണ്? പാർട്ടി അധ്യക്ഷനോടാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന്. ഇന്ന് അതിന് മറുപടിയായിട്ട് മറ്റൊരു കാര്യം K സുരേന്ദ്രൻ പറയുകയാണ്. അത് ആ സമവാക്യങ്ങൾ മാറുന്നതിന്റെ സൂചനയാണ്. അതുകൂടി കേട്ടു നോക്കാം. K സുരേന്ദ്രൻ എന്ന് പറഞ്ഞത് വി മുരളീധരൻ പറഞ്ഞതിനുള്ള മറുപടിയായിട്ട്. നോക്കൂ, വി മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളെ നേതാവിനെയും എന്നെ തമ്മിൽ തെറ്റിക്കാനാണ് നിങ്ങളുടെ പുതിയ ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി അധ്യക്ഷനെതിരെ ഇങ്ങനെ പാർട്ടിയിൽ ഇത്തരം വാളെടുക്കലിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരും. പക്ഷേ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പശ്ചാത്തലവും അവിടെ തുടക്കം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ
വാഗ്വാദങ്ങളും ഒക്കെ പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ആ 2 പേരുകൾ ആരുടെയൊക്കെയാണ് എന്നത് അത് കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടില്ല. ശോഭാ സുരേന്ദ്രന്റെയും MD രമേശിന്റെയും പേരുകളായിരുന്നില്ലേ അത്? അങ്ങനെ വേണം. രണ്ടാമത്തെ പേര് ശോഭാ സുരേന്ദ്രൻ്റെ പേര് അവിടെ ഉണ്ടായിരുന്നിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ശ്രീ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയില്ല തന്നെ. അതേസമയം അല്ല, സുരേന്ദ്രൻ വെളിപ്പെടുത്തണം. അത് ശോഭാ സുരേന്ദ്രന്റെയും MD രമേശിന്റെയും പേരുകളാണോ അല്ലയോ എന്നുള്ളത്. അല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, കാരണം അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ്, മത്സരിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ശ്രീ മഞ്ജുഷ്, സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ സമാനമായ സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെയും BJPയുടെയും നേതൃത്വം പോയത്. അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെയധികം പഴി കേട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രോസസ്സ് അത് സതീശൻ്റെയും അതുപോലെ ഷാഫി പറമ്പലിൻ്റെയും നോമിനിയാണ് ഇപ്പോൾ വിജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആരോപണത്തിന് വളരെ 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 നീറ്റായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അത് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെപ്പോലെ ഒരു പാർട്ടിയല്ല BJP കുറച്ചുകൂടി ഒരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. ഇതിനകത്തളങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പൊതുസമൂഹം എടുത്തിട്ട് അലക്കുന്ന രീതി പലപ്പോഴും കാണാറില്ല. പക്ഷേ ഇപ്രാവശ്യം സംഭവിച്ചത് BJPയുടെ ഒരു മാസ് പാർട്ടിയായി BJP മാറുമ്പോൾ സംഭവിക്കുന്ന അനിവാര്യമായ ഒരു ദുരന്തമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളും പ്രോസസ്സും. പാർട്ടിക്കാർ തന്നെ പിന്നീട് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു അന്തരീക്ഷം. ഇവിടെ BJPയുടെ മുമ്പിൽ 3 ഓപ്ഷൻസ്, വ്യക്തമായ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ. ഇവിടെ പിഴച്ചത് സ്ഥാനാർത്ഥി നിർണയമാണ്, റിസൾട്ട് അല്ല ഇവിടെ പിഴച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയമാണ് ഇവിടെ പിഴവ് പറ്റിയിരിക്കുന്നത്. അതിലേക്കാണല്ലോ വിരൽ ചൂണ്ടേണ്ടത്. അപ്പോൾ അവിടുത്തെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളും ചെയ്യുന്നത് പോലെ തന്നെ പാർട്ടി അംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികൾക്കിടയിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തുകയും അങ്ങനെ ഉണ്ടാകുന്ന ഒരു പാനൽ, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പാനൽ ഹയർ അതോറിറ്റീസിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ ആ പാനലിലെ ഏറ്റവും മുകളിലുള്ള ആളിന് സ്വാഭാവികമായി കൊടുക്കാമായിരുന്നു. ഇങ്ങനെ ഒരു പാനൽ ഉണ്ടെങ്കിൽ ശ്രീ സുരേന്ദ്രൻ ഉണ്ട് എന്ന് പറയുന്ന പാനലിൽ ആർക്കും മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗത്യന്തരമില്ലാതെ ഒരാളെ അവിടെ മത്സരിപ്പിച്ചു എന്നാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ 3-ാം സ്ഥാനത്ത് മാത്രം ഉണ്ടായിരുന്ന ശ്രീ കൃഷ്ണകുമാറിനെ ഗത്യന്തരമില്ലാതെ മത്സരിപ്പിക്കേണ്ട ഗതികേടിലെത്തിയ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ശ്രീ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ ഉത്തരവാദിത്വം മാത്രമല്ല ഉള്ളത്, അത് വലിയൊരു വീഴ്ച തന്നെയാണ്. മത്സരിക്കാൻ ആളില്ല എന്ന് പറയുന്നത് എന്തൊരു നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്തൊരു കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആൾ ലഭിക്കുന്നില്ല എങ്കിൽ അടിസ്ഥാനപരമായി പാർട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ആ കാര്യത്തിൽ സംഭവം കുളമായി. 3-ാം സ്ഥാനത്ത് നിന്ന അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിച്ഛായ ഇല്ലാതെ നിന്ന ആളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അത് ഒറ്റയാളിൻ്റെ മാത്രം നിർബന്ധമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശ്രീ കെ സുരേന്ദ്രൻ. അപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ പ്രസ്താവനയിൽ വൈരുദ്ധ്യമുണ്ട്. ഇത് ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഒരു സമിതിയല്ലേ തീരുമാനിക്കുന്നത്? അത് സുതാര്യമായ നടപടിക്രമമല്ലേ? പിന്നെ ഗത്യന്തരമില്ലാതെ എനിക്ക് 3-ാമത്തെ ആളിനെ നിർത്തേണ്ടി വന്നു എന്ന് പറയുമ്പോൾ 3-ാമത്തെ ആളെ നിർത്തേണ്ടി വന്നതിൻ്റെ പ്രധാന ഉത്തരവാദി ശ്രീ കെ സുരേന്ദ്രനാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അഡ്മിഷൻ വരുന്നത്. 2-ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു അടിസ്ഥാനപരമായ ഒരു ജനകീയ വോട്ടെടുപ്പ്, ഒരു ഇതിനകത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പോൾ നടത്താം, അല്ലെങ്കിൽ ഒരു രഹസ്യമായ ഒരു രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ പോൾ വേണമെങ്കിൽ നടത്താം. ആ ഒപ്പീനിയൻ പോളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ, അത് ഒരുപക്ഷെ സന്ദീപ് വാര്യർ ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. പാർട്ടി അംഗങ്ങൾക്ക് കൂടി സ്വീകാര്യനായ ഒരാളാണ് സന്ദീപ് വാര്യർ. അത് വേറിട്ട സ്വരമുയർത്തുമ്പോഴും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് അനഭിബന്ധനായ സന്ദീപ് വാര്യർ ഒരുപക്ഷെ പാർട്ടിയുടെ ആ ലോക്കൽ ഏരിയയിൽ വളരെ സ്വീകാര്യനാണ്. അദ്ദേഹം ഒരു സൗമ്യമായ മുഖമാണ്, കുറച്ചുകൂടി ഒരു യങ്കർ ഫ്രഷർ ഫേസാണ്. അദ്ദേഹം ഒരു നല്ല പോരാട്ടമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ സാമാന്യം ശക്തമായ മത്സരം കാഴ്ചവെച്ച് 2-ാം സ്ഥാനത്ത് വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ കേവലം 100 മറ്റോ വോട്ടിന് മാത്രമാണ് പുറകിൽ പോയത്. അതുകൊണ്ട് നല്ല പോരാട്ടം കാഴ്ചവെക്കാനാവുമെന്ന് പാലക്കാടുള്ള BJPയുടെ അനേക പ്രവർത്തകർ വിചാരിച്ചു. അപ്പോൾ അതെന്തുകൊണ്ട് ഗൗരവമായി പരിഗണിക്കപ്പെട്ടില്ല എന്ന ന്യായമായൊരു ചോദ്യമുണ്ട്. അങ്ങനെ അകത്തൊരു പോൾ നടന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ നടന്നു, അതിൽ സന്ദീപ് വാര്യർ സാമാന്യം നല്ല സ്ഥാനത്ത് വന്നു, പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല. അതിനുള്ള ഒരു വിരോധം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഇച്ഛാഭംഗം കൂടിയാണ് സന്ദീപ് വാര്യരെ കൊണ്ട്. ബിജു നായർ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നും താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞു കൊത്തുന്നതാണ്. കാരണം
മികച്ച ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാടിന് വേണ്ടി കണ്ടെത്തുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ പുറത്തേക്ക് വന്നിരുന്ന ഫീലിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സി കൃഷ്ണകുമാറിനേക്കാൾ ഉതകുന്ന ആളുകൾ പാർട്ടിയിൽ തന്നെ പാലക്കാട് മത്സരിക്കാനുണ്ട് എന്ന് പാർട്ടിയുടെ നേതാക്കൾ തന്നെ അന്നും പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്. എൻ ശിവരാജൻ അന്നും പറഞ്ഞ കാര്യം ഇതായിരുന്നു. പക്ഷേ അദ്ദേഹം പാർട്ടിക്കൊപ്പം സഹകരിച്ചുകൊണ്ട് തന്നെ പ്രചാരണത്തിൽ മുന്നോട്ട് പോയി. ഇപ്പോൾ നഗരസഭാ അധ്യക്ഷൻ പറയുന്നതും അതേ കാര്യം തന്നെയാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ആ വിലയിരുത്തലുകളും ആ അഭിപ്രായങ്ങളും വന്നിരുന്നു. പക്ഷേ പാർട്ടി അധ്യക്ഷൻ അങ്ങനെയല്ല അതിനെ കണ്ടത്. അത് മാത്രമല്ല, പാർട്ടി അധ്യക്ഷൻ എന്ത് ചോദിച്ചാലും ഈ അഭിപ്രായം പറയുന്നവരെ എതിർപക്ഷത്തുള്ള ആളുകളാക്കി മാറ്റുകയാണ്. ഒന്നുകിൽ കോൺഗ്രസ്സുകാരാക്കി മാറ്റും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളാക്കി മാറ്റും. ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സമവായം ഉണ്ടാവുക, നല്ലയാളെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുവാൻ കഴിയുക? അത് മാത്രമല്ല, അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളെ തന്നെ തിരികെ കയറ്റുകയും ചെയ്തു. എന്നിട്ട് ആ ആൾക്ക് താല്പര്യമില്ല എന്ന് ഇപ്പോൾ പറയുന്നു, താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ പറയുന്നു. അല്ല, ഇതിപ്പോ നമ്മളിപ്പോ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കരുത് എന്ന് പറയുന്നത് പോലെ, അങ്ങനെയല്ലല്ലോ, ഡോണ്ട് ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നത് പോലെ, ഇവിടെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ലക്ഷോപലക്ഷം BJP അണികളെ നിരാശരാക്കിയ ഒരു പ്രവൃത്തി സംസ്ഥാന അധ്യക്ഷനിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദമുയരുക തന്നെ ചെയ്യും. അതിന് ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഇപ്പം അനാലിസിസ് നടത്തരുതെന്നോ ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നോ ഒന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ തെറ്റ് അദ്ദേഹം തന്നെ പറയുകയാണെങ്കിൽ അത് നല്ലതല്ലേ? അപ്പം നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? പക്ഷേ അദ്ദേഹം ആ ഇത്രയും ഒരു ട്രാൻസ്പെറൻസി നമുക്ക് തന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതിൽ നിന്നും ഇന്ന് പുതിയതായിട്ട് യാതൊന്നും നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിൽ ആകെ കൂടെ ഉള്ളത് രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ടും ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടും ഉള്ള നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ആ ഒരു പത്രസമ്മേളനമാണ്. അതിൻ്റെ ഭാഗമായി നമുക്കിന്ന് ആകെ കൂടെ പ്രതീക്ഷിക്കുവാൻ പറ്റുന്നത് കേന്ദ്ര നേതൃത്വം ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായി തന്നെ വിശകലനം നടത്തുകയും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കുകയും അക്ഷന്തവ്യമായ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളെ മാറ്റി നിർത്തുകയും ചെയ്യും എന്ന് തന്നെയാണ്. കാരണം BJP ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ കേരളം മാത്രമോ ഉള്ള ഒരു പാർട്ടിയോ അല്ലെങ്കിൽ നേതാക്കളുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പാർട്ടിയോ ഒന്നുമല്ല. ഇപ്പോൾ പാലക്കാട് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. BJPക്ക് സംസ്ഥാനത്ത് ആധികാരികമായിട്ട് ഒരു നഗരസഭ ഭരിക്കുവാനുള്ള അവസരം പാലക്കാടാണ് കിട്ടിയത്. അവിടെ കൗൺസിലർമാരും BJP നേതൃത്വവും തമ്മിൽ ഒരു ഉടക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ മുനിസിപ്പാലിറ്റി തന്നെ നഷ്ടപ്പെടുവാനുള്ള അവസ്ഥയിലേക്ക് BJP പോവുകയാണ്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അപകടം കൂടി അവിടെ ഉണ്ട്. ഇത് സേഫ് അല്ല അവിടെ പാലക്കാട്. അതെ, ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി ഇലക്ഷനും അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനും എല്ലാം ഒരേ തട്ടിൽ നമുക്ക് വിലയിരുത്തുക സാധ്യമല്ല. കൗൺസിലർമാർ അവർ ഇപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവരാണെന്ന് കരുതാൻ വയ്യ. നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണം ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. പരസ്യമായ പ്രതികരണമായിരുന്നു അവിടെ. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റത് കാരണം ഇനി അടുത്തു വരുന്ന മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലോ ഒന്നും BJPക്ക് യാതൊരു ഭാവിയും ഇല്ല എന്ന് ഉള്ള ഒരു വിധിയെഴുത്തലിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ? അതൊരു എഴുതാപ്പുറം വായിക്കലല്ലേ? ഇലക്ഷനിൽ നഷ്ടപ്പെടുന്ന കാര്യമല്ല, നിലവിലുള്ള കൗൺസിലർമാർ തന്നെ മറുകണ്ഠം ചാടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. അത് എത്രയോ കാലങ്ങളായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത്ര പേർ ചാടും, ഇന്ന് ചാടും, നാളെ ചാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാഷ്ട്രീയത്തിൽ മറുകണ്ഠം ചാടിയത് ഇന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അങ്ങനെയുള്ളവർ തന്നെ ഉണ്ട്. അവർ ഒരു ദിവസം കൊണ്ട് തന്നെ അവരുടെ എല്ലാ ഐഡിയോളജിയും കാറ്റിൽ പറത്തിക്കൊണ്ട് പല പല പ്രസ്താവനകൾ ഇറക്കുന്നതും അത് നമ്മൾ കൈയടിച്ച് പാസ്സാക്കുന്നതും. പക്ഷേ എന്നിട്ട് അതിൻ്റെ എല്ലാം അണ്ടർ കറണ്ടായി പ്രവർത്തിക്കുന്ന മതം വളരെ വ്യക്തമായി തന്നെ എടുത്തുകാട്ടി പ്രവർത്തിക്കുന്ന ഒരു ന്യൂനപക്ഷം അവർ വോട്ടുകൾ ഏകീകരിക്കുന്നതിനെക്കുറിച്ചോ അവരെങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതോ അത് ക്രിയാത്മകമാണോ എന്നുള്ള ചർച്ചയൊന്നും നമ്മൾ നടത്താതെ ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി മാത്രം അയാളിലേക്ക് മാത്രമായി ഒതുക്കിക്കൊണ്ട് നമുക്ക് ഈ ചർച്ച നടത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അത് വളരെ ബാലിശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കോൺഗ്രസ് സഹയാത്രികനായി അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഇന്നിപ്പോൾ BJP പ്രസിഡന്റായി പുതിയ ഒരാളെ വരികയാണെങ്കിൽ കേരളം BJP പിടിക്കും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അങ്ങനെ BJP പോലും അവകാശപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇന്ന് ഒരു കയ്യിലിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളൂ. അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. കോർ വോട്ടുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. മെട്രോമാൻ അദ്ദേഹം പിടിച്ച അത്രയും വോട്ടുകൾ നമുക്ക് പിടിക്കുവാൻ സാധിച്ചിട്ടില്ല. വിജയ സാധ്യതയിലേക്ക് നടന്നെത്തുവാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടമായി. അതൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. അത് അക്ഷന്തവ്യമായ ഒരു തെറ്റ് തന്നെയാണെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുമ്പോൾ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് BJP ഇനിയും ശക്തിയിലേക്ക് വളരുമെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടി
അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അണികൾ നേതാക്കളാണ് ഇന്ന് BJPക്ക് ഉള്ളത്. ഏതെങ്കിലും ഒരു പരാജയം സംഭവിച്ചതുകൊണ്ട് പാർട്ടി പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അധ്യക്ഷനെ പുറത്താക്കുകയോ ചെയ്യേണ്ട അത്തരത്തിലേക്കുള്ള ഗതികേടിലേക്കൊന്നും BJP എത്തിയിട്ടില്ല എന്നാണ് എനിക്കിവിടെ വളരെ വ്യക്തമായി തന്നെ പറയുവാനുള്ളത്. പക്ഷേ ഇന്ന് ഇവിടെ എഗെയിൻ കോൺഗ്രസ് സഹയാത്രികൻ പറഞ്ഞ വേറൊരു കാര്യം കൂടെ എനിക്ക് സംസാരിക്കുവാനുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിന് BJPയുടെ ആവശ്യമില്ല എന്നാണ്. പക്ഷേ നമ്മളിന്ന് കേരളത്തിലെ സ്ഥിതിവിശേഷം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ LDFും UDFും കൂടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലൂടെ കേരളം ഇന്ന് സാമ്പത്തിക സ്ഥിതിയിലായാലും മറ്റു പല മേഖലകളിലും എത്രമാത്രം പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അപ്പോൾ അവിടെയാണ് സന്ദീപ് വാര്യറിനെ പോലൊരു നേതാവ് പോലും ഇന്ന് BJPയിൽ നിന്നും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തെ ഒരു പുതിയ നിലവാരത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ, ഒരു പുതിയ ദിശയിലേക്ക് നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ചിലപ്പോൾ വോട്ടുകൾ കിട്ടിയേക്കാം, സ്ഥാനം കിട്ടിയേക്കാം, കസേര കിട്ടിയേക്കാം. പക്ഷേ കേരളത്തിൻ്റെ ഭാവിക്ക് എന്തു തരം ഒരു സംഭാവനയാണ് അദ്ദേഹം നൽകുവാൻ പോകുന്നത് എന്നിടത്താണ് കേരളത്തിന് ഇന്ന് BJPക്ക് മാത്രമേ ഒരു മറു ബദലായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഓഫർ ചെയ്യുവാനുള്ള അവകാശമുള്ളൂ. എൻ ശ്രീകുമാർ പറഞ്ഞ കാര്യം അതാണ്. കേരളത്തിന് BJPയുടെ ആവശ്യമില്ല, അതുകൊണ്ട് നിരാകരിക്കുന്നതാണ്, അല്ലാതെ പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ കുറ്റമൊന്നുമല്ല എന്ന്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ കെ സുരേന്ദ്രൻ പോയാൽ വേറെ ആര് വരാനാണ്? ആർക്കാണ് കെ സുരേന്ദ്രനേക്കാൾ മഹിമ കൂടുതൽ? അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ടല്ലോ. അത് ദേശീയ നേതൃത്വത്തെയും കുഴപ്പിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പഴയ നേതാവ് വി മുരളീധരനെ തന്നെ തിരികെ കൊണ്ടുവരേണ്ടി വരും, പഴയ സംസ്ഥാന അധ്യക്ഷനെ തന്നെ തിരികെ കൊണ്ടുവരേണ്ടി വരും. ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നാൽ പാർട്ടിയിൽ ഇതിനേക്കാൾ വലിയ കലഹമുണ്ടാകും. ശോഭാ സുരേന്ദ്രൻ ശരിയാണ്, അണികളുടെ പിന്തുണയുണ്ട്, പക്ഷേ നേതാക്കളുടെ ഈ തമ്മിലടി അവിടെ ഉണ്ടാകാതിരിക്കുമോ? അതും പ്രശ്നമാണ്. അല്ല, ഇപ്പൊ BJP നേതാക്കളില്ല. ശ്രീകുമാർ ഇവിടെ എന്നോടല്ലേ ചോദ്യം? അതെ അതെ ശ്രീ. ഞാനിവിടെ മനസ്സിലാക്കുന്നത് ശ്രീകുമാറിന്റെ ആ വാദത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം BJPയെ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതൊക്കെ തന്നെ ഒരു ഓവർ റീഡിംഗ് ആയി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ പല സാഹചര്യങ്ങളിൽ പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പ് നേമത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഒന്നിലധികം മുനിസിപ്പാലിറ്റികളിൽ, നിരവധി പഞ്ചായത്തുകളിലൊക്കെ തന്നെ ജനം തെരഞ്ഞെടുത്തിരിക്കുന്നത് BJPയാണ്. ഇപ്പോൾ BJP പറയുന്ന രാഷ്ട്രീയം എന്താണ്, അതിന് മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്ന രാഷ്ട്രീയം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് ആൾക്കാർക്ക് ധാരണയുണ്ട്. അത് തന്നെയുമല്ല, ഈ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ ടാലി, വോട്ട് വിഹിതം എന്ന് പറയുന്നത് വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ പൊതുവെ കാണുന്നുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. സാധാരണ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് 20% വോട്ട് സമാഹരിക്കുന്ന ഒരു പാർട്ടി കുറച്ചധികം സീറ്റുകളെങ്കിലും നേടും. പക്ഷേ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൂടുതലായിട്ട് വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോലും അത് പര്യാപ്തമല്ല ജയത്തിലേക്ക് വരാൻ എന്ന രീതി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തന്നെ ചേലക്കരയിൽ നമ്മൾ കണ്ടു. അവിടെ തൃശ്ശൂരിലുള്ള BJPയുടെ ജില്ലാ ഘടകമാണ് അവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ അവിടെ ഒരു 10,000-ഓളം വോട്ടുകൾ അവിടെ വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയം കേരളത്തിന് സ്വീകാര്യമല്ല എന്നുള്ള ഒരു നറേറ്റീവ് പതുക്കെ ചേഞ്ച് ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളോട് തെരഞ്ഞെടുപ്പ് പാറ്റേണുകൾ, വോട്ടിംഗ് വിഹിതം ഇതൊക്കെ തന്നെ കാണിക്കുന്നതും ലോക്കൽ ബോഡികളിലൊക്കെ അവരുടെ പ്രസൻസ് ഒക്കെ കാണിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരാൾ വന്നാൽ BJP അങ്ങ് ജയിച്ചു കളയുമോ, നാളെ കേരളം അങ്ങ് ഭരിക്കുമോ? ആ നിലയ്ക്കല്ല, അങ്ങനെയല്ല അത് കരുതേണ്ടത്. കാരണം ഒരു നേതാവാണ് എല്ലായ്പ്പോഴും ആ പാർട്ടിക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്നത്. ആ പാർട്ടിയുടെ ഏത് രീതിയിലത്തേക്കാണ് പാർട്ടി പോകേണ്ടത് എന്നുള്ള ഒരു ദിശാസൂചകം നൽകുക, പാർട്ടി പ്രവർത്തകർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഗൈഡ് ലൈൻ കൊടുക്കുക, ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക, എങ്ങനെയാണ് ഗ്രാസ് റൂട്ട്സ് ലെവലിൽ നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുക. അപ്പോൾ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കേണ്ടിടത്ത് അത് വേണം, എവിടെയാണോ രാഷ്ട്രീയമായിട്ട് ഒഫൻസിലേക്ക് പോകേണ്ടത് അത് ചെയ്യണം. ഇതിനൊക്കെയുള്ള ഡയറക്ഷൻ ഏതൊരു പാർട്ടിക്ക് നൽകുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് പോലും അവിടെ രാഹുൽ ഗാന്ധിയുടെ കൺവെൻഷണൽ ആയിട്ടുള്ള പാർട്ടി പൊളിറ്റിക്സിന് പകരം മറ്റൊരു പൊളിറ്റിക്സ് വേണം എന്ന രീതിയിലത്തേക്കുള്ള ആശയം ഉണ്ടായതും അവിടെ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാർ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതും. BJPയെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിൻ്റെ അലകും പിടിയും മാറ്റുന്നതിന് വേണ്ടിയിട്ടോ മറ്റു രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത കൊണ്ടുവരുന്നതിനോ പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നതിനോ ചിലപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതിപ്പോൾ പുതിയൊരാൾ വന്നാൽ അത് ഉണ്ടാകും എന്നോ അത് സുരേന്ദ്രൻ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല എന്നോ അല്ല ഞാൻ പറയുന്നത്. ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ചേഞ്ചാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്യമായിട്ട് വന്നിട്ട് ഇനി എന്നെ നിങ്ങളാരും കുറ്റം പറയരുത്, കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നിടത്ത് ശരി ഇനിയിപ്പോൾ നമ്മൾക്ക് ചോദ്യം ചോദിക്കേണ്ട എന്ന് കരുതി പോവുകയല്ല വേണ്ടത്.
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചോദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വരാൻ പോകുന്നത് അതിൻ്റെ ഉത്തരങ്ങളുമായി ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പൂരിപ്പിക്കുന്ന ഒരാളല്ല ഉത്തമനായിട്ടുള്ള പ്രസിഡന്റ്. അവർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് മത്സരിക്കാനായിട്ട് സന്നദ്ധതയുള്ള 3 ആൾക്കാരെ നിങ്ങളുടെ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ കിട്ടില്ലേ? ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എവിടെയാണ് ഈ മറ്റ് 2 സ്ഥാനാർത്ഥികൾ? നിങ്ങൾ പറയുന്നത് ശരിയാണോ? പാർട്ടിയിൽ ജനാധിപത്യമുണ്ടോ, ഏകാധിപത്യമാണോ? നിങ്ങളുടെ നോമിനിയാണോ അവിടെ നിൽക്കുന്നത്? മറ്റൊരാളിനെ നിങ്ങൾ പരിഗണിച്ചോ? അപ്പോൾ ആ ആൾക്കാർ ആരാണ്? ഞങ്ങൾ അവരോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് അത് പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രതികരിക്കുകയാണ്. ഞാൻ പറയുന്നത് ആ രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് പാർട്ടിക്ക് ഗുണപരമാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു കാര്യം കൂടി ശ്രീ പണിക്കർ, ആ 2 പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ആ 2 പേരുകൾ വന്നിട്ടുണ്ടോ? അത് മാത്രമല്ല കുറേയേറെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അന്ന് ആരൊക്കെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത് എന്ന്. അത് അന്ന് പരന്നിരുന്ന പേരുകളിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, C കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു, K സുരേന്ദ്രനും ഉണ്ടായിരുന്നു. K സുരേന്ദ്രനും ചിലപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നേക്കാം എന്നുണ്ടായിരുന്നു. MD രമേശിന്റെ പേരും ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ആ 2 പേരുകൾ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനും MD രമേശുമായിരുന്നില്ലേ? അത് തുറന്നു പറയുവാനുള്ള ബുദ്ധിമുട്ട് പാർട്ടി അധ്യക്ഷനുള്ളത് കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പൂരിപ്പിക്കേണ്ട മറ്റൊരു കാര്യമുണ്ടല്ലോ, അവർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ആരാണ് പറഞ്ഞത് എന്ന്. ഈ നോട്ടിൻ്റെ കാര്യം പുള്ളി പറഞ്ഞുവല്ലോ, ഈ 3 പേരുടെ പട്ടിക കൊടുത്തപ്പോൾ കൂടെ എഴുതിയിരുന്ന നോട്ട്, അത് ഈ 2 പേരുടെ കാര്യത്തിലല്ലേ അങ്ങനെ ഒരു നോട്ട് വന്നിരുന്നത്, മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ 2 പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വെട്ടിലാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേരുകൾ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന MT രമേശോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മറ്റൊരാളോ ആണെങ്കിൽ എന്തുകൊണ്ട് അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന ചോദ്യത്തിന് അവരും മറുപടി പറയേണ്ടി വരില്ലേ? അപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ പാലക്കാട് മണ്ഡലത്തിൽ മുമ്പ് മത്സരിച്ചിരിക്കുകയും അവിടെ വലിയ രീതിയിലത്തേക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാളാണ്. BJP എവിടെയൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ വോട്ട് വർദ്ധിപ്പിക്കുന്ന 3 ആൾക്കാർ മാത്രമേ BJPയിലുള്ളൂ. അത് ഒന്ന് V മുരളീധരനും, ഒന്ന് K സുരേന്ദ്രനും, ഒന്ന് ശോഭാ സുരേന്ദ്രനുമാണ്. അപ്പോൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഈ 3 ആൾക്കാരും പരിഗണിക്കപ്പെടും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും ഈ 3 ആൾക്കാരും അവർ പരിഗണിക്കപ്പെടാൻ പോകുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അവേർഷൻ അതിനോട് തോന്നിയിട്ട് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമുള്ള ആൾക്കാരല്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ഞാൻ ഇനി മാറുകയാണ്, ഇനി ഞാൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്നുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനറൽ ഇലക്ഷന്റെ ഭാഗമല്ല, നിങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിജയം, അതിനെ നേടിയെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുമ്പോൾ ആ ഒരു അവസരം വേണ്ട എന്ന് പറയുന്ന ഏത് പ്രധാനപ്പെട്ട നേതാവാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് പ്രശ്നം. അല്ലെങ്കിൽ പുതുമുഖങ്ങളെ ആയിരിക്കണം പരിഗണിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ചിട്ടില്ല, എനിക്ക് ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കാനായിട്ട് താല്പര്യമില്ല എന്നാരെങ്കിലും പറയണം. അതല്ലാതെ ശോഭാ സുരേന്ദ്രനോ MT രമേശോ V മുരളീധരനോ ഇനി K സുരേന്ദ്രൻ തന്നെയോ ആണ് എങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു, താല്പര്യമില്ല, ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പ് നോക്കാം. ആ രീതിയിലത്തേക്ക് അവർ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ശ്രീ ബിജു പറഞ്ഞതുമായിട്ട് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസവും. അദ്ദേഹം പറഞ്ഞത് ഇന്ന് പുതുതായിട്ടൊന്നും വന്നിട്ടില്ല എന്നാണ്. നേരത്തെ ഉള്ള കാര്യം മാത്രമേ നമുക്കറിയുകയുള്ളൂ, പുതുതായിട്ടൊന്നും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയല്ല, ഈ 3 സ്ഥാനാർത്ഥികൾക്കും താല്പര്യമില്ലായിരുന്നു എന്നത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഇൻഫർമേഷനാണ്. അതാണ് ശരിയാണ് ബിജു. അതിന് മറുപടി പറയേണ്ടത് ശ്രീ K സുരേന്ദ്രനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പല ഭാഗങ്ങളും പൂരിപ്പിക്കാതെ പോകുന്നത്? അദ്ദേഹം ഇന്ന് ധാർമ്മികമായ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുക്കുമ്പോഴും ആ പട്ടികയിൽ ഉണ്ടായിരുന്നവർ ആരാണ് എന്ന് പറയുവാൻ പോലും അദ്ദേഹം മടി കാണിക്കുകയാണ്. അദ്ദേഹം അത് ബൂമറാങ് ആവുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അത് സ്വാഭാവികമായിട്ടും. മഞ്ജുഷ്, ഇവിടെ ഇപ്പോൾ BJPക്ക് നമ്മൾ വേറൊരു യാഡ് സ്റ്റിക്ക് ഉപയോഗിക്കുകയാണോ എന്ന് സംശയം തോന്നുകയാണ്. കാരണം മറ്റു പാർട്ടികൾ ഇതുപോലെ ആരെയൊക്കെയാണ് നമ്മൾ പരിഗണിച്ചത്, അവരിൽ ആരെയൊക്കെയാണ് നമ്മൾ ഒഴിവാക്കിയത്, എന്ത് കാരണം കൊണ്ടാണ് ഒഴിവാക്കിയത്, അവസാനം തിരഞ്ഞെടുത്ത ആളെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ പൊതുജന മധ്യത്തിൽ വിളിച്ചു പറയണമെന്ന് നിങ്ങൾ BJPയിൽ നിന്നും പ്രതീക്ഷിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണോ നമ്മൾ ഇവിടെ കണ്ടുവരുന്നത്? ഇല്ല മഞ്ജുഷ, നോമിനിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചോദ്യം ഉണ്ടായില്ലേ? അത് മാത്രമല്ല, അവിടെ അപ്പുറത്തുണ്ടല്ലോ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പരിഗണിച്ച കാര്യത്തിൽ ഇപ്പോൾ തർക്കം നടക്കുന്നുണ്ടല്ലോ, അവിടെ ചോദ്യങ്ങൾ നേരിടുന്നുണ്ടല്ലോ അവർ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന് പറഞ്ഞു,
അതിൽ ഒരുപാട് ഗ്യാപ്സ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഞാനും സമ്മതിക്കുന്നുണ്ട്. ആ ഗ്യാപ്സ് പൊതുജന മധ്യത്തിൽ തന്നെ പറഞ്ഞാലേ അദ്ദേഹം ഒരു നല്ല പ്രസിഡന്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം മധ്യത്തിലല്ല, ബി.ജെ.പിയുടെ അണികളോട് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്. അതെ, അതാണല്ലോ പത്രസമ്മേളനം. അത് പത്രസമ്മേളനത്തിലാണോ പറയേണ്ടത്? BJP നാഷണൽ കൗൺസിൽ അംഗത്തിനോടെങ്കിലും പറയണ്ടേ? അദ്ദേഹത്തിന് അറിയില്ല. അല്ലെ, ഇപ്പൊ പത്രസമ്മേളനത്തിൽ പറയുന്നു എന്നുള്ളത് BJP അണികളോട് പറയുന്നതായിട്ടാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അത് തെറ്റാണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. പൊതുജന മധ്യത്തിൽ പറയേണ്ടതാണ് പത്രസമ്മേളനത്തിൽ പറയുന്നത്. പാർട്ടിക്കകത്ത് എന്താണ് പറയേണ്ടത് എന്നുള്ള ഇതൊക്കെ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിരിക്കും. ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാം, വിശദീകരണങ്ങൾ ആർക്കും ചോദിക്കാം. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് വിശദീകരണങ്ങൾ എത്രത്തോളം വേണം, എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പറയണം, എന്തൊക്കെ കാര്യങ്ങൾ അകത്ത് പറയണം എന്നുള്ളത്. ഒരു പരാജയപ്പെട്ട ആളിൻ്റെ മുമ്പിൽ നമുക്ക് പല രീതിയിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാമെന്നുള്ളതേ ഉള്ളൂ. അത് ഇന്നിപ്പോൾ ഒരുപാട് പേർ തിണ്ണമെടുക്ക് കാണിക്കുന്നതായിട്ട് തന്നെ അദ്ദേഹം പത്രപ്രവർത്തകരോട് പറയുകയുണ്ടായി. അത് ശരി തന്നെയാണ്. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ആ ചോദ്യങ്ങളെല്ലാം ഉത്തരം പറയുവാൻ ബാധ്യസ്ഥൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. അതിൽ നിന്നും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയേണ്ടത് എന്താണ്? ഈ ചെയ്തതെല്ലാം എൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ചെയ്തത്. അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്, രാജിവെക്കുവാനും തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതോടെ ആ തെറ്റുകളെല്ലാം ശരിയാകുന്നില്ല. ആ തെറ്റുകൾ തെറ്റുകളായി തന്നെ നിൽക്കുകയാണ്. ഇത്തരം തെറ്റുകൾ ശരിയാക്കിയാൽ മാത്രമേ BJPക്ക് ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം BJPക്ക് സാധാരണ പാർട്ടികളെ പോലെ അല്ല. ഇവിടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ ആ ഒരു ചലഞ്ച് കൂടി ഓവർകം ചെയ്താലേ നമുക്ക് ജയിക്കുവാൻ സാധിക്കുള്ളൂ. കാരണം നിയമത്ത് നമ്മൾ നേരിട്ടതാണ്. ഇവിടെ പല മുനിസിപ്പാലിറ്റികളിലും അതുപോലെ പഞ്ചായത്തുകളിലും അതിന് ഗത്യന്തരമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇറക്കിയിട്ട് കാര്യമില്ല. അതപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ തോൽവി തന്നെയാണ്. ശരി, ഒരു ചോദ്യം ചോദിക്കാം. അല്ല, വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ശരിയായ രീതിയിലത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സഹകരിച്ചിട്ടുണ്ടോ, അവരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അത് വീണ്ടും പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ബിജു പറയുന്നത് പോലെയാണ് എങ്കിൽ ആരെ എവിടെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സമയത്ത് വിനിയോഗിക്കണം എന്നുള്ളത് BJPയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ ആ വിഷയത്തിൽ പ്രസിഡന്റ് മാത്രമല്ല അവിടുത്തെ സ്ഥാനാർത്ഥിയും പരസ്യമായി പ്രതികരിച്ചു. ശോഭാ സുരേന്ദ്രൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് പ്രതികരിച്ചിട്ടുണ്ട്. അതും അങ്ങനെ നോക്കിയാൽ പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആഭ്യന്തര വിഷയങ്ങൾ ആൾക്കാർ റിവീൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്നതല്ല, പുറത്തുനിന്ന് മാത്രം വരുന്ന ആരോപണങ്ങൾ എന്നുള്ളതല്ല. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന നഗരമേഖലയിൽ നഗരസഭയുടെ അധ്യക്ഷയ്ക്ക് പോലും BJPയുടെ തീരുമാനം കൺവിൻസ്ഡ് അല്ല. അവരോടാരും കൺസൾട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ BJPയുടെ നാഷണൽ കൗൺസിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്. പല കാര്യങ്ങളിലും സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അവിടെ ഇലക്ഷൻ കോർഡിനേറ്റ് ചെയ്തിരുന്ന പ്രഭാരിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം AC മുറിയിൽ കിടന്ന് ഉറങ്ങുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം വരുന്നത് കോൺഗ്രസിൽ നിന്നല്ല. ആ ആരോപണം വരുന്നത് BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായിരിക്കുന്ന ഒരാളിന്റെയാണ്. എന്ന് പറഞ്ഞാൽ ഈ വെടിയും പുകയും ഒക്കെ വരുന്നത് ഉള്ളിൽ നിന്നാണ്, അല്ലാതെ പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ. പക്ഷേ താങ്കൾ അതിനൊക്കെ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് കേരളം BJPയെ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണല്ലോ. അതല്ല, ശ്രീത് പണിക്കർ അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് BJPയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ കാണുന്നത്. താങ്കളുടെ മറുപടി? അല്ല, എത്രയോ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. ഏതോ 1-2 മണ്ഡലങ്ങളിലെ ചില പ്രത്യേക സാഹചര്യത്തിൽ നേമത്ത് രാജഗോപാൽ മത്സരിച്ചപ്പോൾ ജയിച്ചതുപോലെ അവിടെ CPM അക്കാലത്ത് എന്താണ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. പിന്നീട് രാജഗോപാലിന്റെ നിലപാട് മാറ്റം നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊന്നും അതൊക്കെ വെച്ചുകൊണ്ട് BJP ജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചപ്പോൾ വോട്ട് കൂടിയത് കൊണ്ടോ, വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായി ഇരിക്കെ മത്സരിച്ചപ്പം ആറ്റിങ്ങലിൽ വോട്ട് കൂടിയത് കൊണ്ടോ, രാജീവ് ചന്ദ്രശേഖരൻ എന്ന പ്രഗത്ഭനായ BJPയുടെ മന്ത്രി മത്സരിച്ചപ്പോൾ വോട്ട് കൂടിയതുകൊണ്ടോ അതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിൽ K. സുരേന്ദ്രൻ പ്രസിഡന്റായിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇതിനിടയ്ക്ക് 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? എന്തുകൊണ്ടാണ് സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം മാറ്റാതിരിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ സുരേന്ദ്രനെ മാറ്റിയിട്ടും പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അതുകൊണ്ട് എന്തിനാണ് വെറുതെ അവിടെ ഒരു നേതാവിനെ മാറ്റി മറ്റൊരു നേതാവിനെ വെക്കുമ്പോൾ വേറൊരു നേതാവ് ബഹളം വെക്കുകയാണ് BJPയില്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം മഞ്ജുഷേ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ് കേരളത്തിലെ BJPക്ക് ഒരു ഗ്ലാമർ വന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ഗ്ലാമർ വന്നപ്പോ ഈ ഗ്ലാമറിലേക്ക് ഒരുപാട് പേരെ കൊണ്ട് ആകൃഷ്ടരായി. ഈ വിളക്ക് കളിക്കുമ്പോൾ ഈയാമ്പായിട്ട് ചെല്ലുന്ന പോലെ അങ്ങോട്ട് ആകൃഷ്ടരായി. അങ്ങനെ ആ ഗ്ലാമർ പൊളിറ്റിക്സിലേക്ക് BJPയുടെ ഒരുപാട് പേര് വന്നു. പഴയകാലത്ത് KG മാരാരും അതുപോലെ KV ശ്രീധരൻ മാസ്റ്റർ എന്ന BJP സംസ്ഥാന പ്രസിഡന്റൊക്കെ ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? KV ശ്രീധരൻ മാസ്റ്റർ എന്നൊരു BJPക്ക് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു. മാരാർജിയെയും രാജഗോപാലിനെയും മറ്റും നമ്മുടെ മറ്റുള്ള ഒരുപാട് പേരെയൊക്കെ ഓർക്കുമ്പോഴും KV ശ്രീധരൻ മാസ്റ്ററുടെ കാലത്തും ഒരു BJPയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോവുകയാണ് ഇന്നത്തെ തലമുറ.
അവിടെ നരേന്ദ്രമോദി വന്ന ശേഷം ഉണ്ടായ ചില മാറ്റങ്ങളാണ്. അപ്പൊ എന്താണ്, അധികാരത്തിലെത്താനുള്ള ആർത്തി ഈ ബി ജെ പിയിലെ ഒരു പുതുതലമുറയ്ക്ക് വന്നു. CK പത്മനാഭൻ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു പോയത്? VP മുകുന്ദൻ എന്തുകൊണ്ടാണ് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ്? അല്ല, BJP നേതാവ് രാമപിള്ള എന്തുകൊണ്ടാണ് പെട്ടെന്ന് പോയത്? എന്തുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ജനപക്ഷം ഉണ്ടാക്കേണ്ടി വന്നത്? ഇതിൽ ഒരുപാട് വിഷയങ്ങൾ BJP വന്നല്ലേ. പക്ഷെ ഇപ്പൊ BJP എന്താ പറയുന്നത്? എല്ലാവരും നേതാക്കന്മാരാണ്, എല്ലാവരും സമന്മാരാണ്, തുല്യരിൽ ആരാണ്? പ്രൈമസ് ഇന്റർ പ്രസ്, തുല്യരിൽ ആരാണ്? തർക്കമായി. അങ്ങനെ തർക്കം വരുമ്പോ ഇപ്പൊ സുരേന്ദ്രൻ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വന്നിട്ടും, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം വന്നിട്ടും, തദ്ദേശ പരാജയം വന്നിട്ടും എന്തുകൊണ്ട് മാറ്റിയില്ല എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മാറ്റിയിട്ട് കാര്യമില്ല. അതല്ല എന്റെ പച്ച മലയാളം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കേന്ദ്ര നേതൃത്വത്തിന് അറിയാം കേരളത്തിലെ LDF UDF മത്സരമാണ്. കോൺഗ്രസ് മുക്ത എന്നുള്ളതാണ് BJPയുടെ ഏക മുദ്രാവാക്യം. അപ്പൊ ഇവിടെ 2 പേർ മത്സരിക്കുമ്പോൾ ഇവിടെ BJPയുടെ സുഹൃത്ത് പറഞ്ഞു LDF UDF അഡ്ജസ്റ്റ്മെന്റ് എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് BJPക്ക് എത്ര കാലം നിൽക്കാൻ പറ്റും? പാലക്കാട് LDF UDF അഡ്ജസ്റ്റ്മെന്റ് എന്ന് CPM പറഞ്ഞു, BJPയും പറഞ്ഞു. ജനങ്ങൾ അംഗീകരിച്ചോ? ഇല്ലല്ലോ. അവിടെ 18,000 വോട്ടിൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത്? അവിടെ എന്തുകൊണ്ടാണ് BJP 3ാം സ്ഥാനത്ത് പോയത്? അവിടെന്താ നഗരസഭയിൽ ഇപ്പൊ പ്രശ്നമായത്? എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അർഹമായ സ്ഥാനം കിട്ടുന്നില്ല എന്ന് അവർക്ക് തോന്നാനുള്ള കാരണം എന്താണ്? CK പത്മനാഭൻ എന്താണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് മുന്നോട്ട് വരുന്നത്? V മുരളീധരൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കേന്ദ്രമന്ത്രിയായിരിക്കെ അദ്ദേഹം സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുന്നതിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല, കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഇപ്പൊ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുന്നതിന് മുരളീധരന്റെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ മുരളീധരൻ ഇപ്പൊ കേന്ദ്രമന്ത്രിയല്ല. അപ്പൊ ഇതൊക്കെയാണ് BJPയുടെ പ്രശ്നം. അതൊക്കെ വെച്ചുകൊണ്ട് നമ്മള് നാളെ ഒരാളെ മാറ്റി മറ്റേയാളാക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നതിൽ വിശ്വാസ്യത വേണം. BJP പ്രസിഡന്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട്, ഇപ്പൊ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു വോട്ട് ശതമാനം കൂടി. ശരിയാണ്, ചേലക്കരയിൽ ഇത്തവണ വോട്ട് ശതമാനം കൂടി. നിങ്ങൾ വ്യക്തമായിട്ട് പരിശോധിക്കൂ. അവിടെ മത്സരിച്ചത് ഒരു പഞ്ചായത്തിൽപ്പെട്ട പ്രമുഖനായ ഒരു പ്രാദേശിക നേതാവാണ്. അതിന്റെ ഗുണം അവിടെ കിട്ടി. അത് കോൺഗ്രസിന് അവിടെ കിട്ടാതെ പോയി എന്നുള്ളതാണ് ഇപ്പൊ ചർച്ചാ വിഷയം. ശരി, ഞാൻ ഇടപെടുകയാണ്. സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്തായാലും നാളെ BJPയുടെ സംസ്ഥാനതല യോഗം നടക്കുന്നുണ്ട്. അതിൽ ഈ വിഷയം ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. സുരേന്ദ്രനെതിരെയുള്ള വിമർശനം BJPക്കുള്ളിൽ ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. ഇനി അറിയുവാനുള്ളത് ആരാണ് ആ പട്ടികയിൽ ഉണ്ടായിരുന്ന 2 പേർ എന്നുള്ള കാര്യമാണ്. അത് സുരേന്ദ്രൻ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. MT രമേശും ശോഭാ സുരേന്ദ്രനുമല്ലേ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്നത്? അവർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ലേ? ഈ ചോദ്യങ്ങളാണ് ഉയരുന്നത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. അതിനു മുമ്പ് പാലക്കാട്ടെ തോൽവിക്ക് ഉത്തരവാദി സുരേന്ദ്രൻ മാത്രമോ? ഇതായിരുന്നു ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ പോൾ. അതെ എന്ന് 72% പ്രേക്ഷകർ, അല്ല എന്ന് 24%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.